ഇത് വെറുമൊരു പരാജയമല്ല, വലിയ താക്കീതാണ്. പശ്ചിമ ബംഗാളിലെ സിംഗൂരിലും മറ്റും അലയടിച്ച അതേ രാഷ്ട്രീയ പ്രകമ്പനം ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിലും ആഞ്ഞടിച്ചിരിക്കുകയാണ്. മൂന്നാം തുടർച്ചയായ ഭരണം സ്വപ്നം കണ്ട പിണറായി വിജയനും LDFനും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമാണ് കേരളം നൽകിയത്. 100-ലധികം സീറ്റുകളുമായി UDF അധികാരം പിടിച്ചെടുക്കുമ്പോൾ തകർന്നു വീണത് കേവലം ഒരു മുന്നണി മാത്രമല്ല, മറിച്ച് അജേയമായ അപ്രമാദിത്വം എന്ന് സ്വയം കരുതിയ ഒരു രാഷ്ട്രീയ ശൈലി കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ എന്ന് വിശേഷിപ്പിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷായിരുന്നു. മാധ്യമങ്ങളാണ് അന്ന് ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം വരുന്നത് നിങ്ങൾ കാത്തിരുന്നോളൂ, വലിയ രീതിയിൽ പാർട്ടി മുന്നേറ്റം നടത്തുമെന്നുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. എന്നാൽ ഈ ഫലം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് കനത്ത തിരിച്ചടിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 89 പ്രതിനിധികളടങ്ങുന്ന സംസ്ഥാന സമിതി ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ പോലും ജനങ്ങളുടെ പൾസ് അറിയുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ്. കേരളത്തിലുടനീളം 38,464 ബ്രാഞ്ച്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരം ബ്രാഞ്ചുകളില്ല മറ്റൊരു പ്രസ്ഥാനവും ഉണ്ടാവണമെന്നില്ല. അത്രയും ബ്രാഞ്ചുകളുള്ള ഒരു വലിയ കേഡർ സംവിധാനമുള്ളൊരു പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ അമർഷം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വിസ്മയകരമാണ്. 2021 പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ കേരളം നെഞ്ചേറ്റിയത് പ്രതിസന്ധികളിൽ അദ്ദേഹം നൽകിയ ഞാൻ കൂടെയുണ്ട് എന്ന ഉറപ്പിന്മേലായിരുന്നു. എന്നാൽ രണ്ടാം ഭരണത്തിൽ ആ ഉറപ്പ് അഹങ്കാരമായും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയായും മാറി എന്നതാണ് ഈ ഫലം വിളിച്ചു പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല സമയങ്ങളിലെ അദ്ദേഹം പിന്നിൽ നിന്നിട്ടും ഭൂരിപക്ഷം ക്രമേണ ഇടിഞ്ഞിട്ടും മന്ത്രിമാർ ഓരോന്നായി നിലം പരിശായതും ഒരു വ്യക്തി കേന്ദ്രീകൃത ഭരണത്തോടുള്ള കേരളത്തിന്റെ മറുപടി കൂടിയാണ്. ഇനി തോൽവിയുടെ ഭാരം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും തലയിൽ കെട്ടിവെക്കും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിങ്ങൾ നടത്തിയ കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. AK ബാലനും സജി ചെറിയാനും നടത്തിയ പ്രസ്താവനകൾ മതേതര കേരളത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല. അത്രമേൽ വലിയ വർഗീയ പരാമർശങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം വിരുദ്ധ നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇന്ന് നിങ്ങൾക്ക് ജനങ്ങൾ തന്നിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ നിരവധി തവണ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാതെ മുഖ്യമന്ത്രി തൻ്റെ വണ്ടിയിൽ കയറ്റി സൽക്കാരം നടത്തിയതും വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസം വൈകുന്നതും ക്രമസമാധാനം എന്ന് പറയുന്ന പേരിൽ യുവാക്കൾക്ക് മേൽ ചെടിച്ചട്ടിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയതും ലിസ്റ്റിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ഇടം നേടിയ PSC ഉദ്യോഗസ്ഥരെ നടുറോട്ടിൽ തെരുവിൽ വലിച്ചിട്ടതും വിയർപ്പൊഴുക്കുന്നവർക്ക് വിയർപ്പുണങ്ങും മുമ്പ് പ്രതിഫലം കൊടുക്കണമെന്ന് വാദിച്ചവർ തന്നെ വർഷങ്ങളോളം ജോലി ചെയ്ത് തങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി അധ്യാപകർ സമരം നടത്തിയതും സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തതും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ രോഗി തന്നെ വാങ്ങേണ്ടി വരുന്നതും സാധാരണക്കാർ നേരിട്ടറിഞ്ഞതാണ്. കാരുണ്യ പ്ലസ് പോലുള്ള ചികിത്സാ സഹായ പദ്ധതികൾ ഫണ്ടില്ലാതെ നിലച്ചതുമടക്കം ആരോഗ്യ മേഖലയിലെ നിരന്തര പരാതികൾ വിശകലനം ചെയ്യുമെന്നും പഠിക്കുമെന്നും പറഞ്ഞ് മുഖം തിരിച്ച ഒരു സർക്കാർ. അങ്ങനെ നീണ്ടുകിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരുന്നു. ഇനി സർക്കാർ ചെയ്യുന്ന വികസന കാര്യങ്ങൾ ജനം മറക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത്തരം വികസന കാര്യങ്ങളെ മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ വികസനം എന്നത് PR തന്ത്രത്തിന്റെ കൂടെ പരാജയമാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. റോഡും പാലവും പണിയുന്നത് ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ ലോകോത്തര വിപ്ലവമായി അവതരിപ്പിക്കാൻ കോടികൾ ചിലവാക്കി PR വർക്കുകൾ നടത്തിയപ്പോൾ പട്ടിണി കിടക്കുന്ന കർഷകനെയും ശമ്പളം കിട്ടാതെ ഉച്ചഭക്ഷണ പാചകക്കാരെയും സർക്കാർ കണ്ടില്ല. ഈ തിളങ്ങുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ തിളങ്ങുന്ന കേരളം എന്ന ഇമോജിന് പിന്നിലെ പൊള്ളത്തരങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാരൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പിലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് BJPയുടെ കടന്നുവരവാണ്. 3 സീറ്റുകൾ നേടി നിയമസഭയിൽ എത്തുന്നത് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ വന്ന വലിയ തരത്തിലുള്ള മാറ്റമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും BJP ഉണ്ടാക്കിയ മുന്നേറ്റം ആരുടെ വോട്ടുകൾ ചോർന്നതാണ്? ഇടതുപക്ഷം നടത്തിയ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയത് BJPയാണ്. വർഗീയതയെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ എന്ന ലേബൽ കൂടി ഇന്ന് പിണറായി വിജയന് മേൽ വീണിട്ടുമുണ്ട്. ചുരുക്കത്തിൽ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം നിലപാടുകൾ മാറ്റിയപ്പോൾ ജനങ്ങൾ നിങ്ങളെ പുറന്തള്ളി. മാധ്യമങ്ങളെ പുച്ഛിച്ചും ജനങ്ങളെ അധിക്ഷേപിച്ചും ഇനി മുന്നോട്ട് പോകാനാകില്ല. ഇനി വരാനിരിക്കുന്നത് തിരുത്തലുകളുടെ കാലമാണ്. ജനങ്ങൾ കേൾക്കാത്ത ഒരു ഭരണകൂടത്തിനും ജനാധിപത്യത്തിൽ ആയുസ്സില്ല എന്നത് ഈ 100+ സീറ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. കേരളം ഇനി UDF ഭരിക്കും. പക്ഷേ അവർക്കും ഇതൊരു താക്കീതാണ്. ജനങ്ങളെ മറന്നാൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് ഇതേ വിധിയായിരിക്കും.